Hello guys, welcome back. And തുടങ്ങുന്നതിന് മുന്നേ എല്ലാ സപ്ലീസും ഈസി ടു മേക്ക് ആൻഡ് സൂപ്പർ യൂസ്ഫുൾ ആണ് ആൻഡ് ആസ് യൂഷ്വൽ ക്യൂട്ടാണ്. ഫസ്റ്റ് ഒരു ചാർട്ട് പേപ്പർ എടുക്കുക, എന്നിട്ട് 4 കോളംസ് വരക്കുക, പിന്നെ താലോട്ട് വേണ്ടത്ര ലൈൻസ് വരക്കുക. ഞാനൊക്കെ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് മോർണിംഗ് ക്ലാസ്സിൽ നിന്ന് ഒരു എഴുത്തിൻ്റെ റബ്ബേ പ്രെയർ കഴിയുന്നവരെ ടൈമുണ്ട്. അപ്പോൾക്ക് തീർന്നാന്നല്ലേ, അല്ലേ ലിംബോസിഷൻ ആയി, പണിഷ്മെന്റ് ആയി, ഗെറ്റ് ഔട്ട് ആയി, ആകെ ചെക്കപ്പൊക്കെ. പ്രെയറുടെ ടൈമിൽ അറ്റൻഷനിൽ നിന്നിട്ട് വരെ നോട്ട്സ് എഴുതി ചരിത്രമുണ്ട്. ആ സ്പീഡൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ പിന്നെ എടുത്തിട്ടില്ല. ഈ 4 കോളംസ് എന്തിനാന്ന് മനസ്സിലായില്ലേ? സബ്ജക്ട് ഇതാ, അസൈൻമെന്റിന്റെ നെയിം ഇതാ, ലാസ്റ്റ് ഡേറ്റ് ഇതാ, കാരണം നമ്മൾ മറക്കരുതല്ലോ എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന്. പിന്നെ എല്ലാം ചെയ്തതിന് ശേഷം ഡൺ അടിക്കാം, അത്രേ ഉള്ളൂ. ഇനി സൂപ്പർ ക്യൂട്ട് കവായ് സ്കെയിലാണ്. ഇനിയിപ്പോൾ എന്നെ പോലെ ഈ നട്രാജിന്റെ അപ്സറേൻ്റെ ഒന്നും സ്കെയിൽ യൂസ് ആക്കേണ്ട എടുത്തുകളാം. ഇതുപോലെ ഒരു ഐവറി ഷീറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് സ്കെയിലിന്റെ ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് സെന്റിമീറ്റേഴ്സ് ഒക്കെ മാർക്ക് ചെയ്യണേ. പിന്നെ ഉള്ളതൊക്കെ നോക്കി ചെയ്തോ. ഈ എക്സ്പ്ലനേഷൻ നമുക്ക് പറ്റിയ പണിയെല്ലാം ഉണ്ടാവുന്നില്ല, മനസ്സിലായില്ലേ? തറ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ച് ഒന്ന് ക്യൂട്ടാക്ക്. പണ്ട് ആ സ്കൂൾ ഡയറീന്റെ ബാക്കിലാണ് ഈ ടൈം ടേബിൾ എഴുതി വെക്കുന്നതിലോ എൻ്റെ ഒരു അൻസുഖത്തിന് ഞാൻ എന്താക്കൂ, റഫ് ബുക്കിലോ അല്ലെങ്കിൽ വീട്ടിലെ വാളിലോ ഇതുപോലെ ഒന്ന് ആക്കി വെക്കും. എന്തിനാ ചോദിച്ചാൽ ഒരു രസം. റെയിൻബോ തീമേന് അന്നത്തെ എൻ്റെ മെയിന്. പിന്നെ ഫസ്റ്റ് എഴുതിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ എന്താക്കി, ഒരു പീസ് എടുത്തിട്ട് എൻ്റെ മോൾ കുട്ടി. അതുപോലെ ഗൈസ് ഇങ്ങൊന്ന് ശ്രദ്ധിച്ചിനാ, എൻ്റെ ബുദ്ധിയെല്ലാം മരടിച്ചോന്ന് തോന്നുന്നു. സൺഡേ വരെയൊക്കെയുള്ള ലൈൻസ് എല്ലാം ഞാൻ വരച്ചിന്. എന്തിനോളി സാരില്ല, പഠിക്കുന്ന കുട്ടികൾ സൺഡേ പഠിക്കണം, അത്ര തന്നെ. ഇതാണ് എൻ്റെ ഈ ഒരു സപ്ലീസിലെ മോസ്റ്റ് ഫേവറേറ്റ്. ഞാൻ എങ്ങനെ വേണമെന്ന് വിചാരിച്ചോ അതുപോലെ ആയിട്ടുണ്ട്. ആക്ച്വലി ഇത് ഞാൻ ഉണ്ടാക്കണോ വിചാരിച്ചൊന്നാണ്. ബിക്കോസ് എൻ്റെ എല്ലാ പാറ്റേൺ പേപ്പേഴ്സും പേപ്പർ ഷീറ്റ്സും വലിയ തലചായ്ക്കാനിടല്ലാണ്ട് ആ റാക്കിന്റെ മുകളിൽ ഇത്രയും നാള് ഇവന്മാർക്ക് ഒരു റൂം ഉണ്ടാക്കി കൊടുത്തിട്ട് കൃതജ്ഞനായി. അർത്ഥം എന്നറിയില്ലേ? ആൻഡ് ദ പ്രോസസ് ഈസ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റും ഐവറി ഷീറ്റ് എടുക്കുക, എന്നിട്ട് അതിൽ കൺസോല മുകളിലത്തെ ഭാഗമോ സെലോ ടാപ്പ് കൊണ്ട് സ്റ്റിക്ക് ചെയ്യുക, എന്നിട്ട് ആ സൈഡിലെ സെലോ ടാപ്പിൻ്റെ ആ ഒരു വൃത്തിയിടും അയക്കാനും പിന്നെ നമ്മൾ ആ ഒരു വൈബ് കിട്ടണ്ടേ, ആ ഒരു കവായ് ക്യൂട്ട് വൈബ് കിട്ടണ്ടേ, അതിനും കൂടി ഞാൻ നല്ലൊരു വാഷി ടൈപ്സ് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ കുറച്ച് സ്റ്റിക്കേഴ്സ്, ഫുള്ള് സ്റ്റിക്കേഴ്സ് ആക്കാനതിന് പ്ലാന്. പിന്നെ വിചാരിച്ച് വേണ്ട, കുറച്ച് സിമ്പിൾ ആക്കാം. അപ്പം എങ്ങനെയായാലും യൂസ്ഫുൾ അല്ലേ? ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അപ്പോൾ ശരി.